എൻ്റെ ഏറ്റവും വലിയ ശക്തി എൻ്റെ ജനങ്ങളോടുള്ള സ്നേഹമാണ്. എൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം ഞാൻ അവരെ അമിതമായി സ്നേഹിക്കുന്നുവെന്നതാണ്. ബംഗ്ലാദേശ് രാഷ്ട്രപിതാവും അവാമി ലീഗ് സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണിത്. ബംഗ്ലാദേശിൽ അവാമി ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇക്കാലമത്രയും ജനങ്ങളിലും രാഷ്ട്രീയത്തിലുണ്ടാക്കിയ സ്വാധീനം അത്രത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ തുടർഭരണവും സ്വജനപക്ഷപാതവും ഒരു പാർട്ടിയെ എങ്ങനെയെല്ലാം നശിപ്പിക്കാമെന്നതിന്റെ നേർക്കാഴ്ച അവാമി ലീഗും ഹസീന സർക്കാരും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ കാണിച്ചു കൊടുത്തപ്പോൾ അത് ആ പാർട്ടിയുടെ ആണിക്കല്ലിളക്കുകയും ചെയ്തു. ഒടുവിൽ രാജ്യം വിട്ടോടേണ്ടി വന്നതിന് പിന്നാലെ ഇടക്കാല സർക്കാരിനാൽ പാർട്ടി തന്നെ നിരോധനം വരെ നേരിടുമ്പോൾ ഒരു രാജ്യത്തിന് വെള്ളവും വളവും നൽകിയ യജമാനൻ തന്നെയാണ് ഇല്ലാതാവുന്നത്. ഒരുപക്ഷെ ദക്ഷിണേഷ്യയുടെ ചരിത്രത്തിൽ തന്നെ അവാമി ലീഗിനെ പോലെ പരിവർത്തനപരമോ അല്ലെങ്കിൽ ദീർഘകാലം നിലനിന്നതോ ആയ കുറച്ച് രാഷ്ട്രീയ ശക്തികളെ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയാം. 1949 കിഴക്കൻ പാകിസ്ഥാനിൽ കൂടുതൽ സ്വയം ഭരണത്തിനായുള്ള ഒരു ചെറിയ പ്രസ്ഥാനമായി ആരംഭിച്ച് പെട്ടെന്നൊരു വിപ്ലവത്തിന്റെ ഹൃദയമായി പരിണമിക്കുകയും 1921 ഒരു സ്വതന്ത്ര ബംഗ്ലാദേശ് പിറവിയെടുക്കുന്നതിൽ കലാശിക്കുകയും ചെയ്ത ചരിത്രം ബംഗ്ലാദേശിലെ അവാമി ലീഗിനുണ്ട്. ഭാഷാപരവും പ്രാദേശികവുമായ അവകാശങ്ങൾക്കായുള്ള ഒരു വേദിയിൽ നിന്ന് ദേശീയ വിമോചനത്തിന്റെ ശില്പിയിലേക്കുള്ള പാർട്ടിയുടെ യാത്ര രാജ്യത്തിന്റെ യഥാർത്ഥ അസ്തിത്വത്തിൽ നിന്ന് അതിനെ വേർപെടുത്താനാവാത്തതാക്കി മാറ്റി. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ഒരു രാജ്യത്തിന് മുന്നേ പിറന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ നിരോധിക്കപ്പെടുമ്പോൾ വലിയൊരു രാഷ്ട്രീയ ചരിത്രത്തിന്റെ കഥ കൂടിയാണ് അത് പറഞ്ഞു വെക്കുന്നത്. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് ആരോപിച്ചാണ് അവാമി ലീഗിന് ബംഗ്ലാദേശിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ അവാമി ലീഗിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട നാഷണൽ സിറ്റിസൺ പാർട്ടിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് പ്രക്ഷോഭവും നടന്നു വരികയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഹസീന സർക്കാരിനെ പുറത്താക്കലിന് വഴിവെച്ച പ്രക്ഷോഭം നയിച്ച വിദ്യാർത്ഥി സംഘടനകളുടെ പാർട്ടിയാണ് NCP. അവാമി ലീഗ് പ്രവർത്തകർക്കെതിരെയും നേതാക്കൾക്കെതിരെയും കൊലപാതക കേസുകളടക്കം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന്റെ വിചാരണ പൂർത്തിയാകും വരെയാകും നിരോധനം. ഒരു കാലത്ത് ശക്തമാർന്ന അവാമി ലീഗിന് ബംഗ്ലാദേശിൽ ഇപ്പോൾ പഴയ പിടിയില്ല. രാജ്യം വിട്ട ഹസീന രാജ്യത്തേക്ക് തിരിച്ചു വരാനും പാർട്ടിയെ വീണ്ടും സജീവമാക്കാനുള്ള ചെറിയ ശതമാനം സാധ്യതയെ പോലും ഇല്ലാതാക്കുക എന്നതാണ് അവരുടെ എതിരാളികൾ ഇതിലൂടെ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ തന്നെ അവാമി ലീഗ് സർക്കാരിന്റെ പതനത്തിന് തൊട്ടു പിന്നാലെ പാർട്ടിയുടെ പല നേതാക്കളും ഒളിവിലാണ്. നിരവധി നേതാക്കളുടെ സ്വത്തുക്കളും വസതികളും കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. പാർട്ടി മന്ത്രിമാരെയും സ്വാധീനമുള്ള രാഷ്ട്രീയക്കാരെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. നേതാക്കളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗത്തെ എല്ലാത്തരം രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നും സർക്കാർ ഔദ്യോഗികമായി നിരോധിക്കുകയും തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ഔദ്യോഗിക പാർട്ടിക്ക് തന്നെ നിരോധനം വന്നിരിക്കുന്നത്. അവാമി ലീഗിന്റെ നിരോധനം രാജ്യത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്തെ ഏറ്റവും പഴയ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ആധുനിക ബംഗ്ലാദേശിന്റെ രൂപവൽക്കരണത്തിൽ നിർണായക പങ്കുവഹിച്ച പാർട്ടി എന്ന നിലയിൽ ഈ നിരോധനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നേതാക്കൾക്കെതിരെയും പ്രവർത്തനങ്ങൾക്കെതിരെയുമുള്ള കേസിന്റെ വിചാരണ പൂർത്തിയാകും വരെയാണ് നിരോധനമെങ്കിലും ഈ വിചാരണ എപ്പോൾ പൂർത്തിയാകുമെന്ന് സർക്കാർ പോലും പറയുന്നില്ല. ഇത് സംശയമിടയാക്കുന്നുമുണ്ട്. അവാമി ലീഗിന്റെ വിടവ് നികത്താൻ മറ്റു പാർട്ടികൾ ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. പ്രധാനമായും അവാമി ലീഗിന്റെ പരമ്പരാഗത ശത്രുവായ BNP അടക്കമുള്ളവർ. അങ്ങനെ വന്നാൽ രാജ്യവ്യാപക സമരങ്ങൾക്ക് ബംഗ്ലാദേശ് വീണ്ടും സാക്ഷിയാകേണ്ടി വരുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഈ വർഷം അവസാനമോ 2026 മാർച്ചോടെയോ രാജ്യത്ത് പൊതു തിരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹസീനയുടെ ഭരണകാലത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ BNP പൊതു തെരഞ്ഞെടുപ്പ് നടത്താൻ യൂനിസ് സർക്കാരിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തി വരികയുമാണ്. ഇതിനിടെയാണ് അവാമി ലീഗിനെതിരെയുള്ള നിരോധനവും വന്നിരിക്കുന്നതെന്നത് ശ്രദ്ധേയം. തിരഞ്ഞെടുപ്പ് നടക്കുകയും BNP അധികാരത്തിലെത്തുകയും ചെയ്താൽ ഒരുപക്ഷെ അത് അവാമി ലീഗിന്റെ അന്ത്യമാകും കുറിക്കുക. ഒരു കാലത്ത് ശക്തമാർന്ന അവാമി ലീഗ് ബംഗ്ലാദേശിൽ ഇന്ന് ജനശ്രദ്ധയിൽ നിന്ന് മങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഹസീന രാജ്യത്തേക്ക് തിരിച്ചു വരുമെന്നും പാർട്ടിയെ വീണ്ടും സജീവമാക്കുമെന്നും പറയുന്നുണ്ട്. ഇതിനെ ഇല്ലാതാക്കുകയെന്നതാണ് അവരുടെ എതിരാളികൾ ആഗ്രഹിക്കുന്നത്. ഔദ്യോഗിക പാർട്ടിക്ക് തന്നെ നിരോധനം വന്നിരിക്കുന്ന ഈ സമയത്ത് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ വരും നാളിൽ എന്ത് കോളിളക്കമുണ്ടാക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.